ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മലേഷ്യൻ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനവും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെയുമാണ് ഇവിടെ താരതമ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാക്കിർ നായിക് വിഷയത്തിൽ ഇന്ത്യ മലേഷ്യൻ ഗവൺമെന്റിനോട് ദാക്കിർ നായിക്കിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു കാരണവശാലും ദാക്കിർ നായിക്കിനെ കൈമാറാൻ തങ്ങൾ തയ്യാറല്ല എന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹദിൻ ബിൻ മുഹമ്മദ് ശക്തമായ ഭാഷയിൽ ഇന്ത്യയുടെ ആവശ്യത്തോട് തുറന്നടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചില നിലപാടുകൾ മലേഷ്യക്കെതിരെ എടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മലേഷ്യയും ഇന്ത്യയും എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സമയമായിരുന്നു ഇത്. പക്ഷേ തൻ്റെ രാജ്യത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരാളെ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് മഹദിൻ ബിൻ മുഹമ്മദിന്റെ ശക്തമായ ധൈര്യത്തോടെയുള്ള ഒരു നീക്കമാണെന്ന് എല്ലാവരും വിശേഷിപ്പിച്ചു. അങ്ങനെ ദാക്കിർ നായിക്കിന് എല്ലാ സുരക്ഷയും നൽകാൻ മലേഷ്യൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിടയിൽ, അതായത് ഓഗസ്റ്റ് 3-ന് മലേഷ്യയിലെ കൊട്ടാബാരുവിൽ ദാക്കിർ നായിക് ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിൽ മലേഷ്യയിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവരെയും ചൈനീസ് വിഭാഗക്കാരെയും വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് മലേഷ്യയിലെ ഹൈന്ദവർക്കും മലേഷ്യയിലെ ചൈനീസ് വിഭാഗക്കാർക്കും മോദിയോടാണ് പ്രിയമെന്ന് ദാക്കിർ നായിക് പ്രസംഗത്തിൽ പറയുന്നു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. മലേഷ്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മോദിയോടാണ് കമ്പമെന്നാണ് ദാക്കിർ നായിക് തൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വാക്കുകളെ വലിയ ഗൗരവത്തിലൂടെയാണ് മലേഷ്യൻ ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഉടൻ തന്നെ മലേഷ്യൻ ഗവൺമെന്റ് ഒരു തീരുമാനത്തിലെത്തുന്നു. അതായത് ഇന്ത്യക്ക് ദാക്കിർ നായിക്കിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ മലേഷ്യൻ പ്രധാനമന്ത്രി മഹദിൻ ബിൻ മുഹമ്മദ് പറയുന്നു, ദാക്കിർ നായിക് ഇനി മലേഷ്യയിൽ പ്രസംഗിച്ചു പോവരുത് എന്ന്. ദാക്കിർ നായിക് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വലിയ വില കൽപ്പിക്കുന്ന ഒരു പ്രാസംഗികനാണ്. ആ പ്രാസംഗികനോട് മലേഷ്യ ഇങ്ങനെ പറഞ്ഞത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയുണ്ടായി. ഇതാണ് മലേഷ്യൻ ഗവൺമെന്റ് അവിടെയുള്ള ന്യൂനപക്ഷത്തിന് നൽകുന്ന വില, ബഹുമാനം, സംശയം വേണ്ട. എന്നാൽ എന്താണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പോലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു, വർഗീയ അധിക്ഷേപം ചൊരിയുന്നു. രാജ്യത്തെ ജനപ്രതിനിധികൾ ഒന്നടങ്കം മുസ്ലിങ്ങൾക്കെതിരെ വാളെടുക്കുന്ന ഒരവസ്ഥ രാജ്യത്ത് കാണുന്നു. മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നവരെയൊക്കെ തോളിലേറ്റി വലിയ പദവികളാണ് രാജ്യത്തെ ഇന്നുള്ള ഭരണകൂടം നൽകുന്നത്. അപ്പോൾ ഇന്ത്യയും മലേഷ്യയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുക? ഏത് സമീപനമാണ് രാജ്യത്ത് കൈക്കൊള്ളേണ്ടത്? നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ഒരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അത് വിരൽ ചൂണ്ടി ചോദിക്കാനുള്ള ഒരു അധികാരം രാജ്യത്തെ പൗരനുണ്ട്. ആ അധികാരം ഇവർ ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.